ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ് ഐഡിയാസ് ഫോർ OIT. ബ്രൈറ്റ് ഐഡിയാസ് ഫോർ OITയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിസണിങ് പാർട്ട് എങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് നേടാമെന്നുള്ളതാണ്. അതായത് ഒരു മാർക്ക് പോലും ലൂസ് ആവാതെ എങ്ങനെ ഫുൾ മാർക്ക് നേടാമെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്കത് 100% അഷ്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്താണ് റീഡിങ് സ്കോർ നേടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാർട്ട് എ മാത്രമേ പറയുന്നുള്ളൂ, പാർട്ട് എയുടെ കാര്യം മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് റീഡിങ് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, ഓരോ മൊഡ്യൂളിൻ്റെ സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ റീഡിങ് സ്കില്ലും ലിസണിങ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ മൊഡ്യൂൾസിൽ. അപ്പോൾ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ലിസണിങ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്നാൽ മാത്രമേ അവർ പറയുന്നത് നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ കേൾക്കുന്നത് എന്താണോ അതാണ് നമ്മൾ നമ്മുടെ ആൻസറിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസണിങ് പാർട്ട് എളുപ്പമാക്കാമെന്ന് നോക്കാം. അപ്പം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്ന് പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം അറിയാത്തവർ അറിയാൻ വേണ്ടി പറയുകയാണ്, ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ സെൽഫായിട്ട് എങ്ങനെയാണ് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്ത് സ്കോർ ചെയ്തെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം പാർട്ട് എ എങ്ങനെയാണ്? അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് അപ്രോക്സിമേറ്റ് 15 മിനിറ്റ്സ് ആയിരിക്കും നമ്മുടെ ഓഡിയോ ഉണ്ടാവുക. 24 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പോൾ 2 എക്സ്ട്രാക്റ്റ് ആയിട്ടാണ്, 2 എക്സ്ട്രാക്റ്റിലും നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം നമുക്ക് അതിനു മുമ്പ് ഓരോ എക്സ്ട്രാക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് 30 സെക്കൻഡ്സ് വായിക്കാനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലിസണിങ് എളുപ്പമാക്കാനുള്ള ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം നമുക്ക് വായിക്കാൻ സമയം കിട്ടുമ്പം നമുക്ക് ഇനി നമുക്ക് വരാൻ പോകുന്ന ഓഡിയോയുടെ കണ്ടൻറ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കണ്ടൻറ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ 30 സെക്കൻഡ്സ് കിട്ടുമ്പോൾ നമുക്ക് ആ കണ്ടൻറ് വായിക്കാനുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ അല്ലെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിലെ ഫാർമസിസ്റ്റ് ഈസ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്, അങ്ങനെ നമുക്കൊരു ഹെഡിങ് തന്നിട്ടുണ്ടാവും, എ ഫാർമസിസ്റ്റ് ഈസ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ നഴ്സ്, അല്ലെങ്കിൽ GP ഈസ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫാർമസിസ്റ്റ് ആണെങ്കിൽ അയാൾ കൂടുതലും പറയാൻ പോകുന്നത് മെഡിക്കേഷനെ കുറിച്ചായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു GP ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും, ഏതെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നതും പറയുന്നതൊക്കെ. അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓഡിയോ കേൾക്കുമ്പം മനസ്സിലാവാത്ത വേർഡാണെങ്കിൽ പോലും നമുക്ക് അസ്യൂം ചെയ്തെടുത്ത് അത് മനസ്സിലാക്കി നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വരാൻ പോകുന്ന ഓഡിയോയുടെ കണ്ടൻറ് ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ 30 സെക്കൻഡ്സ് നമുക്ക് വായിക്കാൻ കിട്ടുന്ന 30 സെക്കൻഡ്സ് യൂസ്ഫുള്ളായി എടുക്കുക. നമുക്ക് എഴുതാനുള്ളത് അതായത് നമുക്ക് ഓഡിയോ പോകുമ്പോഴേ നമുക്ക് വായിക്കാൻ തുടങ്ങാമല്ലോ. നമുക്ക് ആദ്യം ഓഡിയോ പോകുമ്പോഴേ വായിക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുമല്ലോ, ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻസ്ട്രക്ഷൻസ് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 30 സെക്കൻഡ്സ് വായിക്കാൻ കിട്ടുന്നതിന് മുമ്പ് ആ ഇൻസ്ട്രക്ഷൻസ് ഓഡിയോ പോവില്ലേ, ലിസണിങ്ങിൻ്റെ ബേസിക് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ലിസണിങ്ങിൻ്റെ ബേസിക് ഇൻസ്ട്രക്ഷൻസ് പോകുന്ന സമയത്ത് നിങ്ങൾ വായിക്കാൻ തുടങ്ങണം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് 30 സെക്കൻഡ്സും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതായത് നമുക്ക് എക്സാമിന് വരുന്ന ആ പേപ്പറിൽ എന്താണ് നമ്മൾ ഓഡിയോയിൽ വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ അങ്ങനെ വായിക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് വായിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലിസണിങ്ങിൻ്റെ ആണെങ്കിലും ആ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഓഡിയോയിൽ ആ ബേസിക് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെക്കണം. അപ്പോൾ ആ ബേസിക് ഇൻസ്ട്രക്ഷൻസ് പോകുമ്പോൾ നിങ്ങൾക്ക് ആ സമയം കൊണ്ടേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കാൻ തുടങ്ങാം. അത് നല്ലൊരു ട്രിക്കാണ്, നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, ആ ഓഡിയോസ് ശ്രദ്ധിക്കാതെ, കാരണം ഓഡിയോസ് നമുക്ക് ബൈ ഹാർട്ട് ആണല്ലോ, നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നല്ലേ. സോ നമുക്ക് അപ്പം മുതലേ നമുക്ക് വായിക്കാൻ തുടങ്ങാം, വേഗം വായിക്കാൻ തുടങ്ങി 30 സെക്കൻഡ്സും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ 24 ഇതിലും
നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അത് ഒരു നല്ല യൂസ്ഫുൾ ഐഡിയ ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ അവർ പറയും നമുക്ക് ലിസണിങ്ങിൽ വേർഡ് ആണോ ഷോർട്ട് ഫ്രേസ് ആണോ. നമുക്ക് വേർഡും ഷോർട്ട് ഫ്രേസും ഉണ്ടാവും. ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമുക്ക് വരുന്നത് 24 ക്വസ്റ്റ്യൻസ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. അപ്പം നിങ്ങൾ ആ യൂസ്ഫുൾ ടൈം 30 മിനിറ്റ്സിൻ്റെ കൂടെ ഈ ഓഡിയോ പോകുന്നതിൻ്റെ ടൈമും കൂടെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ലിസണിങ്ങിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ്, ആ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ എന്തൊക്കെ വരാമെന്ന് നമുക്ക് ഓടിച്ച് വായിച്ച് നമുക്ക് എസ്യൂം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ്സ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ റീസൺ ഫോർ എക്സാമിനേഷൻ, അങ്ങനെ നമുക്ക് ഹെഡിങ്സ് തന്നിട്ടുണ്ടാവും, ഓരോരോ ഹെഡിങ്സ് തന്നിട്ടുണ്ടാവും. GP's അഡ്വൈസ്. അപ്പോൾ നമുക്ക് അത് ഹെഡിങ്സ് വായിച്ച് തന്നെ അതിന് അണ്ടറിൽ എന്താ വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ ഹെഡിങ്സ് വായിച്ചിട്ട് നിങ്ങൾ പോകണം. ഇപ്പം ചിലപ്പം ബ്ലഡ് റിസൾട്ടൊക്കെ GP റിവീൽ ചെയ്യുന്നതാണെങ്കിൽ ഓരോ പൊട്ടാസ്യം എത്രയാ സോഡിയം എത്രയാന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റുന്നത് സോഡിയം പൊട്ടാസ്യം. എനിക്ക് എക്സാമിന് കിട്ടിയത് അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ. സോഡിയം എത്ര പൊട്ടാസ്യം. അപ്പോൾ എനിക്ക് റീനൽ പേഷ്യൻറ്റിനോട്ടുള്ള ടോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഡയാലിസിസ് നഴ്സ് ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ എസ്റ്റിം ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റി. ഇനി എന്താണ് അവിടെ ബ്ലഡ് റിസൾട്ടിൽ എന്താണ് റിവീൽ ചെയ്യാൻ പോകുന്നത്, അഡ്വൈസിൽ എന്താണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസ് കേട്ട് പഠിക്കുകയാണെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് കേട്ട് ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ മെഡിക്കൽ സ്കിൽ വായിച്ച് റീഡിങ് സ്കിൽ ഇമ്പ്രൂവ്, മെഡിക്കൽ മെറ്റീരിയൽസ് വായിച്ച് റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിഡിക്റ്റ് ചെയ്യാനും അസ്യൂം ചെയ്യാനും പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മൊഡ്യൂളും റിലേറ്റഡ് ആണ്. ഓക്കെ. നമ്മൾ ഒരു മൊഡ്യൂളിൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റൊരു മൊഡ്യൂളിനും കൂടെ ഉപകരിക്കും. അപ്പം നമ്മളൊരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതിന് മാത്രമല്ല ഉപകരിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുകയും വായിക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് എ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാനിപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നമ്മുടെ ആ കണ്ടൻറ്റ് വായിച്ചിട്ട് നമ്മൾ ആ എന്താണോ ടോപ്പിക്സ് നമുക്ക് വരാൻ പോകുന്നതെന്ന് കണ്ടൻറ്റ് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആ ലിസണിങ്ങിൻ്റെ ടൈം നമുക്ക് 30 സെക്കൻഡ്സ് ടു റീഡ് എന്ന് പറയുന്ന ആ ടൈം യൂസ്ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെഡിക്കൽ സ്കിൽ അനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഹെഡിങ് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് വേഗം ഹെഡിങ് ഒക്കെ വായിക്കാം. ആ ഫില്ലിംഗ് ദ ഗ്യാപ്സ് നമ്മൾ ഫുള്ളും 24 ക്വസ്റ്റ്യൻസിൻ്റെ വായിച്ചിട്ട് നമുക്ക് അവിടെ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ അഡ്ജക്റ്റീവ് ആണോ നൗൺ ആണോ വെർബാണോ വരുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും സിമ്പിളാണ് നമുക്ക് തരുന്നത് ലിസണിങ്ങിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു എക്സ്ട്രാക്റ്റ് സിമ്പിൾ ഇംഗ്ലീഷാണ് നമുക്ക് തരുന്നത്. അപ്പം ഇത് ചെയ്യുവാണെങ്കിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫുള്ള് 24 മാർക്സും വാങ്ങിക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും 24 മാർക്സ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. 24 നമുക്ക് പാർട്ട് എയിൽ കിട്ടിക്കഴിഞ്ഞാൽ 4 മാർക്സ് പാർട്ട് ബിയിലും പാർട്ട് സിയിലും കൂടെ കിട്ടിയാൽ നമ്മൾ പാസ് മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പാർട്ട് എയിൽ നമുക്ക് ഒരു മാർക്ക് പോലും ലൂസ് ആവാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം ഏത് മെറ്റീരിയൽസ് എടുത്താലും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ടിപ്സുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ലിസണിങ്ങിൽ നമ്മളിപ്പോൾ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. നമ്മുടെ കയ്യിൽ നിന്ന് ഫുള്ള് കൺട്രോൾ പോകും. ശ്രദ്ധിച്ചിരിക്കുക, റിലാക്സ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാ ആൻസറും എഴുതി പോകാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ നിങ്ങൾ കേട്ടത് മനസ്സിലായില്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്തോളുക. അടുത്ത ക്വസ്റ്റ്യനോട്ട് അപ്പോൾ എത്ര ഓഡിയോ പോകുന്നതിനനുസരിച്ച് നമ്മൾ പോയിക്കോണം. അല്ലാതെ അവിടെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് എസ്യൂം ചെയ്യാനോ നിൽക്കരുത്. ലാസ്റ്റ് 2 മിനിറ്റ്സ് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാൻ കിട്ടില്ലേ. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ അഥവാ നമുക്ക് വിട്ടുപോയ ആൻസർ നമുക്ക് ഓടിപ്പോയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എസ്യൂം ചെയ്ത് അവിടെ എഴുതി ഫില്ല് ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ നമ്മൾ എസ്യൂം ചെയ്ത് എഴുതുന്നതായിരിക്കും ആൻസറൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ അവിടെ ചിന്തിച്ച് നിൽക്കരുത്. അത് പോയി അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തതിനോട് പോയിക്കോളാം. കാരണം ഒരു ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് നിന്നാൽ നിങ്ങൾക്ക് പോകുന്നത് ചിലപ്പോൾ 5-6 മാർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ വിട്ടു പൊക്കോളുക. അടുത്ത ക്വസ്റ്റ്യൻ്റെ പുറകെ പൊയ്ക്കോളുക. അതിൻ്റെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ആ 1 മാർക്ക് നമുക്ക് ചിലപ്പം അപ്പുറത്തെ സെഷനിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും സ്കിപ്പിംഗ് മെത്തേഡ് പഠിച്ചിരിക്കണം. ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ ആ ആൻസറിന് വേണ്ടി തന്നെ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കരുത്. പിന്നെ നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ ഫാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, റൈറ്റിങ്ങിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കേട്ട് വേഗം സ്പീഡിൽ എഴുതി പഠിക്കാനായിട്ട് ഞാൻ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ കേട്ടുകൊണ്ട് എഴുതുക.
അതായത് ഓഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ട് സ്പീഡ് എഴുതി എഴുതി പഠിക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, ഹെൽത്ത് പോഡ്കാസ്റ്റോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് പോലെ നമ്മൾ സ്പീഡ് കേൾക്കുന്നതിനനുസരിച്ച് എഴുതി പോവുക. അപ്പം നമ്മുടെ എന്ത് ഇമ്പ്രൂവ് ചെയ്യും? നമ്മുടെ റൈറ്റിങ്ങിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും, ആസ് വെൽ ആസ് നമ്മുടെ ലിസണിങ്ങിൻ്റെ സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഞാൻ എല്ലാ മൊഡ്യൂളും പറയുന്നതുകൊണ്ട് ഇപ്പം ലിസണിങ് റീഡിംഗ് ഒക്കെ മിക്സ് ആയിട്ട് കയറി വരിക. അപ്പോൾ നിങ്ങൾ ഓഡിയോസ്, ഹെൽത്ത് പോഡ്കാസ്റ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങൾ കേട്ട് എഴുതുവാണെങ്കിൽ നിങ്ങളുടെ സ്കില്ലും ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീഡും ഇമ്പ്രൂവ് ആവും. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്പീഡിൽ എഴുതി പോയാൽ സ്പീഡിൽ ലെജിബിളായിട്ട് തന്നെ എഴുതണം, വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതണം. ഓക്കെ, ലിസണിങ്ങിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, ലിസണിങ്ങിൽ സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാനൊക്കെ എഴുതിയ സമയത്ത് ലിസണിങ്ങിൽ സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ, അതായത് വായിക്കുമ്പോൾ ആ പറഞ്ഞ ഓഡിയോയിൽ ആ സൗണ്ട് വരണം. അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്താണ് സോഡിയം എന്ന് പറയുമ്പോൾ ഒരു സ്പെല്ലിംഗ് മാറിപ്പോയാൽ അത് വായിക്കുമ്പോൾ സോഡിയം എന്ന് തന്നെ, പ്രൊണൗൺസ് ചെയ്യുമ്പോൾ സോഡിയം എന്ന് തന്നെ കേൾക്കാൻ പാകത്തിനായിരിക്കണം. അങ്ങനെയാണ് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായത്. ഞാൻ OET 2.0 തന്നെയാണ് എഴുതിയത്. അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സ്പെല്ലിങ്ങിന് അത്ര പ്രശ്നം ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളതങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളതും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ എഴുതാം. അപ്പം സ്പീഡിൽ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം പോകത്തില്ല. സ്പീഡിൽ ലെജിബിളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മുടെ ഹെൽത്ത് പോഡ്കാസ്റ്റോ ഏതെങ്കിലുമൊക്കെ ഓഡിയോ എടുത്തിട്ട് അത് കേട്ടുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഇനി അങ്ങോട്ടും ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ കേട്ട് വരുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും. കാരണം ഞാനിവിടെ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് ഇവരൊന്നും പറയുന്നതൊന്നും, ഈ ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത് എനിക്കൊരു കുന്തം മനസ്സിലാവത്തില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പം എനിക്ക് അവർ ഏത് സ്ലാങ്ങിൽ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കേട്ടാണ് നമ്മളത് പരിചിതമായി വരുന്നത്. അപ്പം ലിസണിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്കത് കേട്ടാൽ മനസ്സിലാവുമെന്ന് അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ലിസണിങ്ങിൻ്റെ നല്ല ഹെൽത്ത് പോഡ്കാസ്റ്റും മെറ്റീരിയൽസും കേട്ട് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്കില്ല് നമ്മളിലോട്ട് വരും. അപ്പം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ഇങ്ങനെയുള്ള ഷോർട്ട് ടിപ്സുകളൊക്കെ യൂസ് ചെയ്യുക, കണ്ടൻറ്റ് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലെ ആ തുടക്കവും എൻഡൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ എന്താണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നൗൺ ആണോ, വെർബാണോ, അഡ്ജക്റ്റീവ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് 2 minutes ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളത് യൂസ്ഫുൾ ആക്കുക. നല്ലപോലെ ഇരുന്ന് ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അസ്യൂം ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വിടുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് പ്രത്യേകിച്ച് നമ്മൾ എഴുതുന്ന നമ്പേഴ്സ്, അതായത് ആ സെയിം പ്ലേസിൽ തിരക്ക് പിടിച്ച് ടെൻഷൻ അടിച്ചിട്ട് റോങ് പ്ലേസിൽ ആൻസർ എഴുതാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ നമ്പർ ഓർഡറിൽ പോയിട്ട് എഴുതി പോവുക. ആക്ച്വലി നമ്മൾ നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് ഓഡിയോ മാത്രം ശ്രദ്ധിച്ച് ഫാസ്റ്റിൽ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 24 ആൻസറും നമുക്ക് എല്ലാവർക്കും, ഓക്കെ, അത് നമ്മുടെ നോളജ് ബേസ് ഒന്നുമല്ല, നമ്മുടെ സ്കില്ല് വെച്ച് നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സംഭവമാണ് ലിസണിങ്ങിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഓഡിയോ ഫാസ്റ്റിൽ പോകും, ചിലപ്പോൾ ഓഡിയോ സ്ലോയിൽ പോകും. നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യുക. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ ഓഡിയോ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ അത്ര ഫാസ്റ്റിൽ പോകുന്ന ഓഡിയോ ഒന്നും നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, അത്രയും ഫാസ്റ്റിൽ പോകുന്നത്. ഓക്കെ, നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ ഓക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്.org ഒഫീഷ്യൽ OETയുടെ വെബ്സൈറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. സോ ആ ഒരു ടൈപ്പ് ഓഫ് അതിനകത്തൊരു 5 മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ആ 5 മെറ്റീരിയൽ എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ലിസണിങ് ആ ഒരു മെറ്റീരിയലുമായിട്ട് ചേർന്ന് വരുന്ന മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് എല്ലാവർക്കും OET ലിസണിങ്ങിൽ പാർട്ട് എയിൽ 24 മാർക്സും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വായിക്കുന്ന ആ ടൈം, ആ ഓഡിയോ പോകുന്ന എക്സ്ട്രാ ടൈമും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് ആ 30 സെക്കൻഡ്സിൻ്റെ കൂടെ എല്ലാം വായിച്ച് ഗ്രഹിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓഡിയോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓഡിയോ ഫില്ല് ചെയ്ത് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ലിസണിങ്ങിൻ്റെ പാർട്ട് എ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക, നല്ലപോലെ വായിക്കുക, ടൈം യൂസ്ഫുൾ ആക്കുക. പിന്നെ നിങ്ങൾ വായിച്ച് ഗ്രഹിച്ച് അതിനകത്ത് വരാൻ പോകുന്ന കണ്ടൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യുക, അസ്യൂം ചെയ്യുക. നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും
കേട്ടിട്ട് എസ്യൂം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ഞാൻ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വെബ്സൈറ്റുകളും മെറ്റീരിയൽസുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാം ഒരു വീഡിയോയിൽ പറയണ ലെങ്തി ആയിട്ട് പോകും. പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഞാൻ എന്നും പറയുന്നതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇത്രയും നാളത്തെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. വീഡിയോ ആരും ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. ഇപ്പം ഞാൻ കാണിക്കാം, നമുക്ക് ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക്, അതായത് ഒരു മെറ്റീരിയൽ വെച്ച് ഞാൻ കാണിക്കാം, നൗണാണോ വെർബാണോ അഡ്ജക്റ്റീവാണോ എങ്ങനെയാണ് അവിടെ വരുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഒരു മെറ്റീരിയലും അതിൻ്റെ ഓഡിയോയും വെച്ചിട്ട് ഞാൻ കാണിക്കാം. അതും കൂടെ കണ്ടിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. അപ്പം അത് ലാസ്റ്റ് ഞാൻ ഇടുവാണ്, അത് ലാസ്റ്റ് ഇതായിട്ട് ഞാൻ ഇടുവാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതും കൂടെ കണ്ടിട്ടേ പോകാവൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയൊരു ബൈ പറയാനായിട്ട് ഞാൻ ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരില്ലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. Occupational English Test. Sample Test 1. Listening Test. This test has 3 parts. In each part, you'll hear a number of different extracts. At the start of each extract, you'll hear this sound. You'll have time to read the questions before you hear each extract, and you'll hear each extract once only. Complete your answers as you listen. At the end of the test, you'll have 2 minutes to check your answers. Part A. In this part of the test, you'll hear 2 different extracts. In each extract, a health professional is talking to a patient. For questions 1 to 24, complete the notes with information you hear. Now look at the notes for extract 1. Extract 1. Questions 1 to 12. You hear a physiotherapist talking to a new patient called Ray Sands. For questions 1 to 12, complete the notes with a word or short phrase. You now have 30 seconds to look at the notes. Come in. It's Mr. Sands, isn't it? That's right, Ray Sands. Now, I think you've been referred to me because you're suffering from sciatica. That's right. Not for the first time, actually. OK. Well, I've got some notes here, but perhaps you can tell me in your own words about any previous bouts of sciatica you've had, what treatment you had, what worked for you, anything else you can remember. Righto. Well, it all started when I hurt my back. About 18 months ago now. OK. I was giving somebody a hand with a heavy suitcase and I felt it go, just like that. Anyway, I slowly got over that, despite occasional flare-ups, and then, out the blue, about a year ago, sciatica developed. And it was 6 months till that finally cleared up altogether. Now it's come back in the last month or so, I'd say. I see. And your GP said it was sciatica? Yeah, I had this pain all the way down my right leg, and she said the real problem was in my back because the sciatic nerve was getting trapped. Right. I mean, I'm telling you, this was no ordinary pain. It was really intense. I mean, to the extent that I couldn't stand for very long, couldn't walk hardly any distance, I couldn't sleep. Oh. I mean, the most frustrating bit for me was that I couldn't even turn over in bed. It just hurt so much. I just couldn't get comfortable. Do you know what I mean? Sometimes I'd have, a sort of tingling feeling in my calves as well. Right. But then at other times, my whole leg just felt a bit numb, really. It was weird.
And of course, I couldn't go to work. I'm an events organiser, so I travel about a lot. I'm setting things up for conferences, lugging stuff around, And so there was no way I could manage any of that, the state I was in. OK, so how was this treated? Well, in the first instance, I was given painkillers, obviously. Ibuprofen, as far as I can remember. Right. And I was told to put compression packs on the affected area. I mean, that did ease the pain a little, but I was still housebound, practically speaking. OK. Then the GP sent me to see an osteopath, and I got some treatment there, but it didn't seem to make much difference. Right. So I was referred to a sports injury specialist, of all things. And he did a number of things that did seem to ease things a little, like working on my spine and lower legs. Mm-hmm. Oh, and he gave me a set of exercises to do at home. I see. Any other treatment? Oh, yeah, I almost forgot. There was this course of injections, and I went for various other therapies, like ultrasound, and another one where they use like electrical impulses. Mm-hmm. I can't remember exactly what it's called. OK. At one point, I even considered acupuncture, but by then, the other things were beginning to take effect and the symptoms were subsiding, so I gave it a miss. Mm-hmm. So, which of these various treatments do you feel was most effective? What made the difference? Well, I couldn't say for certain because it all went on for 4 months without much improvement, really. Then it wasn't until suddenly in the 5th month things changed quite dramatically. So to be honest with you, I think it was the combination of treatments gradually taking effect and coming together rather than one single thing making the difference. OK. And did anyone ever talk to you about what might be causing the problem? Well, I think everyone assumed that a slipped disc was behind it all, but Right. was never actually confirmed as that. I mean, I know there is this other condition where you get a lot of pain in the buttocks, but that wasn't my experience. OK. And did anyone talk to you about aspects of your lifestyle that might be contributing to the problem? Well, I remember actually there was one of the therapists. Extract 2, questions 13 to 24. You hear a consultant dermatologist talking to a patient called Jake Ventor. For questions 13 to 24, complete the notes with a word or short phrase. You now have 30 seconds to look at the notes. Jake Ventor? Please come in and take a seat. Thanks. OK, now I understand from your GP that you've got a problem with your hand? Yes, I went to see a couple of weeks ago because of a sore on my left hand. I've had it for years, but not all the while. It appears, then it gets better, then it comes back. It's here on the palm. It's almost gone now. But she wasn't sure what it was, so she said I'd better see a dermatologist. She took a photo. Did you get that? I did, yes. So tell me about the condition, how it feels and... Well, I always know when I'm going to get it because I have this itching beforehand. Right. I wake up at night wanting to scratch the area, though I try to stop myself. Good. Then a few hours later, I get 1 or 2 little blisters, and they gradually get bigger and join up into one big one. It all feels a bit hot, and the skin around it goes red. When I showed this to the doctor, she used the word chaotic to describe it. Anyway, it gradually dries up, and I get a scab. Then after about 2 weeks, that falls off, and there's just a little red patch, like you can see now. OK. I've been getting it for years. I actually got it the first time when I was in China in the 1990s. I had a job there for a couple of years before I came back here.
That first time, I also had a similar sore on my chest, but that's never come back. But the one on my hand, that comes back every year or so, but never in exactly the same place. I thought it had sorted itself out because I didn't get it for a couple of years, but then it came back. Right. So there's no pattern. It's not getting more frequent or anything, and it doesn't seem linked to anything in my daily life. Like it doesn't seem to happen when I'm run down, for example, or because of anything in my diet, or if I'm under a lot of pressure at work, that kind of thing. Okay. So the doctor thought you needed to have a look. Also because I had a malignant melanoma on my back that was removed in 2006. Right. It was at quite an early stage and it hadn't got too deep. Okay, well, that's good. Still, I'll just have a look at your back. Mm-hmm. Was it down here? Yeah, that's right. Okay. Well, yeah, that all looks absolutely fine. Well, I don't think you need to worry about anything sinister here. By the way, have you ever had cold sores? No, never. But I did wonder if this thing on my hand was something like that. In fact, I wanted to ask you about that. There's an antiviral cream you can use, isn't there, to stop them developing? I wondered if you could prescribe me something like that. Look, the trouble is these work well on the mouth because the skin's very thin there, but I'm afraid they won't have any effect in your case because the skin on your hand's so much thicker. Oh, I see. Well, something else that worries me is whether there's a chance of infection. Should I be covering the place up? No, you don't need to unless there's broken skin. Right, good. It's fine. And it's not actually having an impact on my quality of life or anything like that. It's something I can live with. I mean, I have done for all these years. Okay, so really the reason you went to the doctor after all these years was just to see if there was any way we could prevent this happening. Yeah. Okay, well, at this stage, the best thing to do is organise a biopsy. It might be a bit uncomfortable, but it means we can rule certain things out. Okay. That is the end of Part A. Now look at Part B. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഓഡിയോ നോക്കി വായിച്ച് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അസ്യൂം ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ വേണം എല്ലാവരും ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെല്ലാവരും ലിസണിങ്ങിൽ പാർട്ട് എയിൽ എപ്പോഴും 24 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.